ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ ബേസിക്സ് ഓഫ് അൽജിബ്ര എന്ന ചാപ്റ്ററിന്റെ തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഈ ഒരു സെഷനിൽ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Assume that x1, x2 up to x7 are real numbers such that x1 plus 4x2 plus 9x3 plus 16x4 plus 25x5 plus 36x6 plus 49x7 is equal to 1. അതുപോലെ തന്നെ നെക്സ്റ്റ് 4x1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പോയി 64x7 വരെ എത്രയാണ് സം വരുന്നത്? 12 ആണ്. അതുപോലെ തന്നെ തേർഡ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 9x1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് 16x2 വന്നു. ലാസ്റ്റ് 81x7 വരെയാണ് വരുന്നത്. സം എടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 123 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 16x1 പ്ലസ് 25x2 പ്ലസ് 36x3 പ്ലസ് 49x4 പ്ലസ് 64x5 പ്ലസ് 81x6 പ്ലസ് 100x7. സോ നമ്മളിവിടെ ആ എക്സിന്റെ ടേമിന്റെ കോയിഫിഷ്യന്റ് നോക്കാം, അല്ലെങ്കിൽ ആ ഒരു ടേംസിന്റെ ഒക്കെ കോയിഫിഷ്യന്റ് നോക്കുന്ന സമയത്ത് ഒക്കെ സ്ക്വയർ ആണ് അല്ലേ. അതായത് 1, 4, 9, 16, 25, 36, 49 എന്നുള്ള രൂപത്തിലാണ് അവിടെ ടേംസ് വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാണ് 1, അല്ലെങ്കിൽ ഇക്വേഷൻ 1 എന്നുള്ള രൂപത്തിൽ മാർക്ക് ചെയ്യാണ്. ഇത് ഇക്വേഷൻ 2 ആണ്. നെക്സ്റ്റ് ഇക്വേഷൻ 3 വന്നു. ഓക്കെ, നമുക്ക് കാണേണ്ടതായിട്ടുള്ള ഇക്വേഷനെ ഞാൻ ഇസ് ഈക്വൽ ടു എസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എസിന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കാണാനായിട്ട് ഉള്ളത്. സോ അത് ഞാൻ ഇക്വേഷൻ 4 ആക്കിയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ 2 നിന്ന് ഇക്വേഷൻ 1 മൈനസ് ചെയ്യാം. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഓക്കെ, 4x1 മൈനസ് x1 അതായത് 3x1 ആണ് കിട്ടുക. പ്ലസ് 9x2 മൈനസ് 4x2 5x2 ആണ് കിട്ടുക. നെക്സ്റ്റ് 16x3 പ്ലസ് 9x3 7x3 ആണ് കിട്ടുക. ഓക്കെ, ജസ്റ്റ് നോക്കുക, 3x1 5x2 7x3 അടുത്തത് 9x4 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കുക, ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് 11x5 ആയിരിക്കും. നെക്സ്റ്റ് 13x6 ആയിരിക്കും. പ്ലസ് 15x7 ആയിരിക്കും. ഈസ് ഈക്വൽ ടു 12 മൈനസ് 1 എത്രയാണ്? 11 ആണ്. സോ ഇതിന് ഞാൻ ഇക്വേഷൻ 5 ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇക്വേഷൻ 3 മൈനസ് 2 ചെയ്യണം. ഓക്കെ, സോ ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 2 ഗീവ്സ്. ഓക്കെ, 3 മൈനസ് 2 നോക്കുക, 9x1 മൈനസ് 4x1 എത്രയാ? 5x1 ആണ്. 5x1 ആണ്. പ്ലസ് നെക്സ്റ്റ് വൺ 16x2 മൈനസ് 9x2 7x2 ആണ്. സോ നേരത്തെ പറഞ്ഞ അതേപോലെ പാറ്റേൺ ആണ് ഇവിടെയും ഫോളോ ചെയ്യുക. 9 അടുത്ത 9 വരും. സോ 9x3 നെക്സ്റ്റ് 11x4 പ്ലസ് 13x5 പ്ലസ് 15x6 പ്ലസ് 17x7 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വരുന്നത്? 123 മൈനസ് 12. ഓക്കെ, 123 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 113 ആണ്. അതിൽ നിന്ന് ഒരു 2 കൂടി പോകുന്ന സമയത്ത് 111. ഓക്കെ, 111 ആയിരിക്കും അവിടെ ആൻസർ വരിക. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് കൊടുത്ത ഇക്വേഷൻ 5 ആണ്. ഇതിന് ഇക്വേഷൻ 6 എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3 ആണ്. ഓക്കെ, 4 മൈനസ് 3. സോ ജസ്റ്റ് നോക്കുക, 16x1 മൈനസ് 9x1 ദാറ്റ് മീൻസ് 7x1 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 9x2 ആയിരിക്കും. നെക്സ്റ്റ് 11x3 ആയിരിക്കും. നെക്സ്റ്റ് 13x4 ആയിരിക്കും. നെക്സ്റ്റ് 15x5 ആയിരിക്കും. നെക്സ്റ്റ് 17x6 ആയിരിക്കും. നെക്സ്റ്റ് 19x7 ആയിരിക്കും. ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ ഇക്വേഷൻ 4ന്റെ വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് എസ് ആണ്. അപ്പൊ എസ് മൈനസ് 123 വരും. എസ് മൈനസ് 123 ഇതിന് നമ്മൾ ഇക്വേഷൻ 7 ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഇക്വേഷൻ 6 നിന്ന് ഇക്വേഷൻ 5 മൈനസ് ചെയ്യാം. ഇക്വേഷൻ 6 മൈനസ് ഇക്വേഷൻ 5 ഗീവ്സ്. ഇക്വേഷൻ 6 നിന്ന് 5 മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5x1 ആണ്, അവിടെ 3x1 ആണ്. സോ നമുക്ക് അൾട്ടിമേറ്റ്ലി 2x1 കിട്ടും. പ്ലസ് നെക്സ്റ്റ് 7x2 ആണ്, അവിടെ 5x2 ആണ്. സോ 2x2 മൈനസ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് 2x3 വരും. നെക്സ്റ്റ് 2x4 വരും. നെക്സ്റ്റ് 2x5 നെക്സ്റ്റ് 2x6
2x7 ഈസ് ഈക്വൽ ടു 6 മൈനസ് 5, അതായത് 111 മൈനസ് 11 അല്ലേ. 111 മൈനസ് 11 എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 7 മൈനസ് 6 ആണ്. ഇക്വേഷൻ 7 മൈനസ് ഇക്വേഷൻ 6. ഓക്കെ, 7ൽ നിന്ന് 6 മൈനസ് ചെയ്യുന്ന സമയത്ത് 7x1 മൈനസ് 5x1 അതായത് 2x1 ആണ്, പ്ലസ് 9x2 മൈനസ് 7x2 എത്രയാണ്? 2x2 ആണ്. ആ രീതിയിൽ എന്ത് ചെയ്യും? 2x3 പ്ലസ് 2x4 പ്ലസ് 2x5 പ്ലസ് 2x6 പ്ലസ് 2x7 ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക? 7 മൈനസ് 6, അതായത് ഇക്വേഷൻ 7 മൈനസ് 6 ആണ് നമ്മൾ ചെയ്യുന്നത്. സോ എസ് മൈനസ് 123 മൈനസ് 111. സോ അത് എത്ര നമുക്ക് കിട്ടുക? എസ് മൈനസ് 123 മൈനസ് 111, അതായത് എസ് മൈനസ് 123 മൈനസ് 111, അതായത് 100 പ്ലസ് 100 200, 230, 234 വരും. എസ് മൈനസ് 234. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 8 എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 9 എന്ന് വിളിക്കാം. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട്. സോ അവിടെ രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് LHS നോക്കുന്ന സമയത്ത് സെയിം അല്ലേ? 2x1 2x2 2x3 എന്നുള്ള രൂപത്തിലല്ലേ? ഓക്കെ, സോ രണ്ട് ഇക്വേഷനിലും സെയിം ആണ്. റൈറ്റ് സൈഡിൽ അങ്ങനെയാണെങ്കിൽ അതേപോലെ ഈക്വൽ ആവണ്ടേ? RHSും ഈക്വൽ ആവണം. അപ്പൊ ഇക്വേഷൻ 8 അവിടെ എന്താണ്? RHSൽ 100 ആണ്. ഈസ് ഈക്വൽ ടു എന്താവണം? എസ് മൈനസ് 234. കാരണം LHS സെയിം ആവുമ്പോൾ RHS എന്താവണം? സെയിം ആവണം. സോ അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 100 പ്ലസ് 234, അതായത് എസ് ഇസ് ഈക്വൽ ടു 334 ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 334 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് ഓഫ് പോസിറ്റീവ് ഇന്റിജർ സൊല്യൂഷൻസ് m, n ടു ദി ഇക്വേഷൻ 20m plus 12n is equal to 2012. അപ്പോൾ 20m plus 12n is equal to 2012 എന്ന് പറയുന്ന ഇക്വേഷന്റെ നമ്പർ ഓഫ് പോസിറ്റീവ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ഓർഡേർഡ് പെയർ ആണ് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. സോ ഞാൻ ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്. 20m plus 12n is equal to 2012. ഇവിടെ 20 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, അതുപോലെ തന്നെ 2012 ആയിക്കോട്ടെ, എല്ലാത്തിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ നമ്മൾ ഡിവൈഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് 20 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 5 ആണ്. സോ 5m പ്ലസ് 12 ഡിവൈഡ് ബൈ 4 3 ആണ്. 3n ഈക്വൽ ടു ഇവിടെ 2012 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 503 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഫസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്താം. ഓക്കെ, ഫസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഒരു കണ്ടെത്താനുള്ള, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വർക്ക് ഓൾമോസ്റ്റ് അവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഒരു 2 വേരിയബിൾസ് ഉള്ള ഒരു ലീനിയർ ഇക്വേഷന്റെ ഫസ്റ്റ് സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്താം? പല ഡിഫറെന്റ് മെത്തേഡിൽ കണ്ടെത്താം. ഞാൻ ഒന്നുകൂടി ഒരു ഹിറ്റ് ആൻഡ് ട്രയൽ ആണ് യൂസ് ചെയ്യാറുള്ളത്. അതാണ് എനിക്ക് ഫാസ്റ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് 5m plus 3n എന്നാണ് വരുന്നത്. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ 503 ആണ്. അപ്പോൾ 500 plus 3 എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് അതിന് എത്തിക്കാൻ പറ്റില്ലേ? അതായത് എമ്മിന്റെ ഫസ്റ്റ് വാല്യൂ നമുക്ക് 100 കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ എന്നിന്റെ ഫസ്റ്റ് വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. എം 100 ആണ്. 100 into 5 500. n 1 ആണ്. അപ്പോൾ 1 into 3 എന്ന് പറയുന്നത് 3. 500 plus 3 503. ഓക്കെ, ഇനി ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ് വരേണ്ടത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എൻ്റെ ലാസ്റ്റ് സൊല്യൂഷൻ എന്തായിരിക്കും? ഫസ്റ്റ് സൊല്യൂഷൻ ഞാൻ കണ്ടെത്തി, 100ഉം അതുപോലെ തന്നെ 1ഉം. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 100ന്റെ മുകളിലോട്ട് ഞാൻ എമ്മിൻ്റെ വാല്യൂ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. ഓക്കെ, സോ അങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം എന്നിൻ്റെ വാല്യൂ ആസ് ഓഫ് നൗ എത്രയാണ്? ആസ് ഓഫ് നൗ 1 ആണ്. സോ എം കൂടുന്ന സമയത്ത് n കുറയാണ് ചെയ്യുക. സോ അവിടെ എന്തായിട്ട് മാറും? അത് നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറും. നമുക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്? നമുക്ക് പോസിറ്റീവ് സൊല്യൂഷൻസ് മാത്രം മതി എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഈ 100 ഇങ്ങനെ കുറഞ്ഞ് അത് നെഗറ്റീവ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ, അതായത് ലാസ്റ്റ് പോസിറ്റീവ് വാല്യൂ എത്രയാന്നുള്ളത് എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുക, 5m plus 3n is equal to 503 ആണ്. നമുക്കറിയാം എമ്മിന്റെ വാല്യൂ ഡിഗ്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രീസ് ആവട്ടെ ഇൻക്രീസ് ആവട്ടെ, ഏതിന്റെ കോയിഫിഷ്യന്റിനെ ബേസ് ചെയ്തിട്ടാണ്? എന്നിന്റെ കോയിഫിഷ്യന്റിനെ ബേസ് ചെയ്തിട്ടാണ്.
സോ എന്നിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ 3 ആണ്. സോ ഇവിടെ എന്തായിരിക്കും, അല്ലെങ്കിൽ ഏതിന്റെ ബേസിലായിരിക്കും കുറയാ? 3 എന്നുള്ള ബേസിലായിരിക്കും. അതായത് ഫസ്റ്റ് വാല്യൂ നമുക്ക് 100 കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വാല്യൂ എമ്മിന്റെ വാല്യൂ 97 ആയിരിക്കും, കാരണം 3 കുറഞ്ഞു. നെക്സ്റ്റ് വാല്യൂ എത്ര ആയിരിക്കും? 94 ആയിരിക്കും. നെക്സ്റ്റ് 91 ആയിരിക്കും. ആ രൂപത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ പോയി ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അവിടെ ഫോം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ടേം എന്തായിരിക്കും? നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് 3ന്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ കുറച്ച് നോക്കാം. ഓക്കെ, 100ൽ നിന്ന് ഡയറക്റ്റ്ലി ഞാൻ 30 കുറക്കുന്നു, കാരണം 30 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 70 വന്നു. വീണ്ടും ഒരു 30 കുറക്കുന്നു, നമുക്ക് 40 വന്നു. വീണ്ടും ഒരു 30 കുറക്കുന്നു, 10 വന്നു. 10ൽ നിന്ന് 3 കുറക്കുക, 7 ആയി. വീണ്ടും 3 കുറച്ചു, 4 ആയി. വീണ്ടും 3 കുറച്ചു, നമുക്ക് 1 ആയി. സോ ലാസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ആണ്. അവിടെ നമുക്ക് എന്നിന്റെ വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല, കാരണം എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ആവുള്ളൂ. ഇൻക്രീസ് ആവുക ഇൻ ദ സെൻസ് അവിടെ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓർഡർഡ് പെയർ ആയാൽ മതി. വേറെ ഒരു കാര്യവും നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടതില്ല, ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പോസിറ്റീവ് ഇൻറ്റിജർ ആവണം, അതുപോലെ തന്നെ ഓർഡർഡ് പെയറിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ചെയ്താൽ. അപ്പൊ എമ്മിന്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്, ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് 3ന്റെ മൾട്ടിപ്പിൾസ് മാത്രമാണ് വാല്യൂ. ഇൻ ദ സെൻസ് 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 99 ഒരു വാല്യൂ ആണ് എന്നല്ല, മറിച്ച് 100ൽ നിന്ന് 3 ഇങ്ങനെ കുറച്ച് പോവുക. അതായത് 99 ഒരു വാല്യൂ ഇല്ല, 98 ഒരു വാല്യൂ ഇല്ല. നെക്സ്റ്റ് വാല്യൂ 97 ആണ്. 100, നെക്സ്റ്റ് 97 വന്നു, നെക്സ്റ്റ് 94 വന്നു. ഞാൻ വേണമെങ്കിൽ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതാം. 94 ആ രീതിയിലാണ്. സോ അവിടെ നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് വരുന്നത്. ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എത്ര ടേംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ കാണാം? ജസ്റ്റ് 100ൽ നിന്ന് ലാസ്റ്റ് ടേം ആയിട്ടുള്ള 1 മൈനസ് ചെയ്യാം, ഡിവൈഡഡ് ബൈ അവിടെ എത്ര ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് വരുന്നത് നോക്കുക. അവിടെ 3 ബേസ് ചെയ്തിട്ടാണ് അല്ലേ? അതായത് ഫസ്റ്റ് 100 വന്നു, പിന്നെ 3 കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ടേം വരുന്നത്. അത് -3 ആണ് നെക്സ്റ്റ് ടേം വരുന്നത്, 97. സോ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. സോ 100 മൈനസ് 1 99 ആണ്, ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. ഇവിടെ 33 വരും. 33 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 34 സൊല്യൂഷൻസ് ആണ് നമുക്ക് അവിടെ ഉണ്ടാവുക. സോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഈ ഒരു ആൻസർ തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. സോ ഇവിടെ ഞാൻ ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ നമ്പർ ഓഫ് ടേംസ് കാണുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം ആണ് ചെയ്തത്. നോർമലി ഇക്വേഷൻ പറയാറുള്ളത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്, പക്ഷെ എനിക്കിവിടെ ആൻസർ കറക്റ്റ് ആയും കിട്ടുകയും ചെയ്ത്. അപ്പൊ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -3 ആണ്. ഓക്കെ, ഞാൻ എടുത്തിട്ടുള്ള കോമൺ ഡിഫറൻസ് +3 ആണ്. സോ അവിടെ എന്ത് ചെയ്തു? മുകളിലുള്ള മൈനസും താഴെയുള്ള മൈനസും ക്യാൻസൽ ആയിട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് ആൻസർ എന്ത് ചെയ്യും? സെയിം വരും. സോ ഏത് രീതിയിൽ ചെയ്താലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ ആക്ച്വലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഹൗ മെനി പെയർസ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് xy ഈസ് x plus 3y ഈസ് ഈക്വൽ ടു 100? ഓക്കെ, നേരത്തെ ചെയ്ത അതേ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെയും നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യാനുള്ളത്? കാണാനുള്ളത്. ഓക്കെ, സോ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്. x plus 3y ഈസ് ഈക്വൽ ടു 100. ഓക്കെ, എക്സിൻ്റെയും വൈൻ്റെയും ഫസ്റ്റ് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം, എക്സിൻ്റെയും അതുപോലെ തന്നെ വൈൻ്റെയും. ഓക്കെ, 3 into y ആണ്. സോ 3ന്റെ മൾട്ടിപ്പിൾ നമുക്ക് മാക്സിമം എവിടെ വരെ പോകാൻ പറ്റും? 99 വരെ പോവാം. 99 ആവണമെന്നുണ്ടെങ്കിൽ 3 into y 99 ആവണമെങ്കിൽ നമുക്ക് വൈൻ്റെ വാല്യൂ എത്ര കൊടുക്കണം? 33 കൊടുക്കണം. ഓക്കെ, ഇനി ആ 99ലേക്ക് നമുക്ക് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 100 കിട്ടുക? 1 ആഡ് ചെയ്യുമ്പോഴാണ്. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ 1. അവിടെ വേറെ കോയിഫിഷ്യൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ്ലി എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? 1 കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഓക്കെ, എക്സിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. വൈൻ്റെ വാല്യൂ 33 ആണ് ഫസ്റ്റ് സൊല്യൂഷൻ. ഇനി ഇവിടെ നമ്മൾ ആരെയാണ് കുറക്കണ്ടേ? വൈനെയാണ് കുറക്കേണ്ടത്. കാരണം എന്താ? വൈൻ്റെ മാക്സിമം വാല്യൂവിൽ എത്തി. ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എക്സ് എന്താവും? നെഗറ്റീവ് ആവും. സോ വൈനെ കുറച്ച് കൊണ്ടുവരിക, എക്സിന് എന്ത് ചെയ്യുക? ജസ്റ്റ് കൂട്ടി കൊണ്ടുവരിക. സോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വൈനെ എന്ത് ചെയ്യുക? ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണോ അത് ജസ്റ്റ് കണ്ടെത്തുക. ഓക്കെ, സോ നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ ഏതിൻ്റെ കോയിഫിഷ്യൻ്റ് ബേസ് ചെയ്തിട്ടാണ്? ഇവിടെ വൈനാണ് നമുക്ക് കുറക്കാനുള്ളത്. സോ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്. സോ നെക്സ്റ്റ് വാല്യൂ ഏതായിരിക്കും? 32 ആയിരിക്കും. നെക്സ്റ്റ് വാല്യൂ 31 ആയിരിക്കും. നെക്സ്റ്റ് 30 ആയിരിക്കും. അങ്ങനെ ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ ഏതാ? 1 ആണ്. സോ 1 to 33 എല്ലാ വാല്യൂസും അവിടെ പോസിബിൾ ആവും. 1 to 33 എവറി സിംഗിൾ വാല്യൂ അവിടെ പോസിബിൾ ആവും. സോ 1 to 33 എത്ര വാല്യൂസ് ആണ്? അൾട്ടിമേറ്റ്ലി 33 വാല്യൂസ് അല്ലെങ്കിൽ 33 സൊല്യൂഷൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. സോ എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു ഹിറ്റ് ആൻഡ് ട്രയൽ വെച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. എ പെൻ കോസ്റ്റ് ₹11 and a notebook costs ₹30. Find the number of ways in which a person can spend exactly 1,000 to buy pens and notebooks. ഓക്കെ, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഒരു പെന്നിന്റെ പൈസ എന്ന് പറയുന്നത് ₹11 ആണ്. ഒരു നോട്ട്ബുക്കിനാണെങ്കിൽ ₹13 ആണ്. ഒരാളുടെ കയ്യിൽ ₹1000 ഉണ്ട്. എക്സാക്ട്ലി ₹1000 അയാൾക്ക് ചിലവാക്കണം.
ഓക്കെ, കുറവും കൂടുതലൊന്നും വരരുത്. എക്സാക്ട്ലി 1000 റുപ്പീസ് അയാൾക്ക് ചിലവാക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഫറെൻറ്റ് രീതിയിൽ അയാൾക്ക് ഈ പെന്നും അതുപോലെ തന്നെ നോട്ട്ബുക്സും വാങ്ങിയിട്ട് ഈ 1000 റുപ്പീസ് ചിലവാക്കാം എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി ഇവിടെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ, ഒരു ലീനിയർ ഇക്വേഷന്റെ നമ്പർ ഓഫ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ നമുക്ക് പെന്ന്, അയാൾ വാങ്ങിയിട്ടുള്ള പെന്നിന്റെ എണ്ണം എക്സ് ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്, അയാൾ വാങ്ങിയിട്ടുള്ള നോട്ട്ബുക്സിന്റെ എണ്ണം വൈ ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വേഷൻ മേക്ക് ചെയ്യാൻ പറ്റും. 11x plus 13y is equal to 1000. ഓക്കെ, 11x plus 13y is equal to 1000. സോ ഞാൻ ഇവിടെയും ചെയ്യുന്നത് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡാണ്. സോ ഇവിടെ കുറച്ചും കൂടി ഒരു ബിഗർ നമ്പറാണ്. അതായത് ഇപ്പോൾ 11 ആണെങ്കിലും 13 ഒക്കെ ആണെങ്കിലും നമുക്കത് വെച്ചിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഹൗ വിൽ വി പ്രൊസീഡ്? ജസ്റ്റ് നോക്കാം. 1000 ആണ് ഫസ്റ്റ് നമ്പർ. ഓക്കെ, 1000ൽ 11 ഡിവിസിബിൾ ആവുമോ? 11 ഡിവിസിബിൾ ആവില്ല. സോ ഞാൻ എന്ത് ചെയ്യാം, 13 കുറച്ച് കൊണ്ടുവരാം. എന്നിട്ട് ഏത് പോയിന്റിലാണ് 11 ഡിവിസിബിൾ ആവുന്നത് എന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ 13 കുറക്കുന്ന സമയത്ത് 987 ആണ്. 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയുന്നതാണല്ലോ. ജസ്റ്റ് എന്ത് ചെയ്യാം, ഓൾട്ടർനേറ്റീവ് ഡിജിറ്റ്സ് ആഡ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 9 + 7 ചെയ്യാം. 9 + 7 16 ആണ്. ബാക്കിയുള്ള ഒരു നമ്പറേ ഉള്ളൂ, 8 ആണ്. സോ 16 - 8 8 ആണ് കിട്ടുന്നത്. 8 എന്ന് പറയുന്നത് എന്തല്ല, 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയുന്നവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ, ബിഗ്ഗർ നമ്പർ ആണെങ്കിൽ കുറച്ച് ടൈം എടുത്തേക്കാം. പക്ഷെ ഒരു 3 ഡിജിറ്റ് 4 ഡിജിറ്റ് ഒക്കെ ആണെങ്കിൽ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലേന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ചെയ്തത് ഓൾട്ടർനേറ്റീവ് ഡിജിറ്റ്സ് ആഡ് ചെയ്യാം. 9 + 7 16. ഇനി ബാക്കിയുള്ള ഡിജിറ്റ്സും വേറെ ആഡ് ചെയ്യാം. 8 മാത്രമാണ് ഇവിടെ ബാക്കിയുള്ള ഡിജിറ്റ് ഉള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യാം. 16 - 8. 16 - 8 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക, 8 തന്നെയാണ് കിട്ടുക. ഈ 8 11ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അവിടെ ഒന്നിക്ക് നമുക്ക് 0 വരണം, അല്ലെങ്കിൽ 11 വരണം, അല്ലെങ്കിൽ 22 വരണം. ആ ഒരു ഡിഫറൻസ്, അതായത് ഈ 8 വന്ന സ്ഥാനത്ത് എന്നാൽ മാത്രമേ അവിടെ കൃത്യമായിട്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ 987 എന്തല്ല, അവിടെ ഡിവിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യണം, 11ന്റെ ഡിവിസിബിലിറ്റി അവിടെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം, വീണ്ടും കുറക്കാം. 987 അല്ലാത്തതുകൊണ്ട് വീണ്ടും കുറക്കാം. ഓക്കെ, എത്ര വരും, 974 വരും. 974 ആണോ? 13 - 7 എത്രയാണ്, 6 ആണ്. സോ അതും അല്ല. നെക്സ്റ്റ് 961. ഓക്കെ, 961 ആണോ? 10 - 6 4 ആണ്. സോ അതുമല്ല. സോ നെക്സ്റ്റ് വാല്യൂ എടുക്കാം. 961 - 13 എത്രയാ, 948 ആണ്. 948 11ന്റെ മൾട്ടിപ്പിൾ ആണോ? നോക്കുക, 9 + 8 17 ആണ്. 17 - 4 13 ആണ്. സോ പറ്റൂല. നെക്സ്റ്റ് വീണ്ടും ഒന്ന് താഴോട്ട് പോവാം. 30 മൈനസ് ചെയ്യുന്ന സമയത്ത് 935 ആണ്. സോ 935 11ന്റെ മൾട്ടിപ്പിൾ ആണോ? ജസ്റ്റ് ഒന്ന് നോക്കുക. 9 + 5 14 ആണ്. 14 - 3 11. ഓക്കെ, വി ഗോട്ട് അവർ ഫസ്റ്റ് സൊല്യൂഷൻ. സോ 935 എന്താണ്, 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തിയിട്ടില്ല. നമുക്കപ്പോൾ അവിടെ 11xന്റെ വാല്യൂ 935 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം 935 ഡിവൈഡഡ് ബൈ 11 എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, 93 ഡിവൈഡ് ബൈ 11 എത്രയാണ്, 8 ആണ്. 8 × 11 88 ആണ്. ബാക്കി നമുക്കിവിടെ 5 വന്നു. 55 എത്ര ഉണ്ട്, 5 ആണ്. സോ എക്സിന്റെ ഫസ്റ്റ് വാല്യൂ നമുക്ക് എത്ര കിട്ടി, 85 കിട്ടി. വൈയുടെ വാല്യൂ വെച്ച് നോക്കുക. നമ്മൾ എത്രയാ കുറച്ചേ, നമ്മൾ 65 കുറച്ചത്. അതായത് 1000 65 കുറച്ചപ്പോഴാണ് നമ്മൾ എങ്ങോട്ട് എത്തിയത്, നമ്മൾ 935 എത്തിയത്. ദാറ്റ് മീൻസ് 65 എന്ന് പറഞ്ഞാൽ എത്രയാ, 13 × 5 ആണ്. സോ വൈൻ്റെ വാല്യൂ ഫസ്റ്റ് വാല്യൂ ആയിട്ട് നമുക്ക് എത്ര കിട്ടും, 5 കിട്ടും. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ 85 ആണ് എക്സിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ. ഇപ്പോൾ ഈ ഒരു നോട്ട്ബുക്കിന്റെയും അതുപോലെ തന്നെ പെന്നിന്റെയും എണ്ണമൊക്കെ നെഗറ്റീവ് ആവാൻ പറ്റുമോ? ഇപ്പം നമ്മൾ -1 നോട്ട്ബുക്കുകൾ വാങ്ങി എന്ന് നമ്മൾ പറയോ? ഇല്ലല്ലോ. അപ്പം അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മൾ എന്തിലേ പറയുള്ളൂ, പോസിറ്റീവിലേ പറയുള്ളൂ. ദാറ്റ് മീൻസ് എക്സിന്റെയും വൈന്റെയും വാല്യൂ എന്താവണം, പോസിറ്റീവ് ആവണം. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പോസിറ്റീവ് ആവണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ബേസിക് ലോജിക്ക് എന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണത്. സോ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം വാല്യൂ ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ കുറച്ച് കൊണ്ടുവരാം. ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഏതാണോ അതിലേക്ക് നമുക്ക് എത്തിക്കാം. സോ എക്സ് ഏത് രീതിയിലായിരിക്കും കുറയാ, വൈൻ്റെ കോയിഫിഷ്യന്റിനെ ബേസ് ചെയ്തിട്ടാവും കുറയാം. സോ വൈൻ്റെ കോയിഫിഷ്യന്റ് 13 ആണ്. 13 വെച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് കുറക്കാം. സോ 85 ഫസ്റ്റ് വാല്യൂ, നെക്സ്റ്റ് വാല്യൂ 72, നെക്സ്റ്റ് വാല്യൂ 59. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ 46, നെക്സ്റ്റ് വാല്യൂ 33,
നെക്സ്റ്റ് വാല്യൂ 20, നെക്സ്റ്റ് വാല്യൂ 7. ഓക്കെ, സോ നമുക്ക് ഇവിടെ എത്ര വാല്യൂ കിട്ടി? 1 2 3 4 5 6 7. സോ 7 വാല്യൂസ് അല്ലെങ്കിൽ 7 ഡിഫറെൻറ്റ് വേസ് ആയിരിക്കും. എത്ര ഡിഫറെൻറ്റ് വേസ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ 7 ഡിഫറെൻറ്റ് വേസ് ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരാം. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നോക്കുക. ഇനി 7ന്റെ താഴോട്ട് വീണ്ടും ഒരു 13 ചെയ്യുന്ന സമയത്ത് നെഗറ്റീവിലോട്ട് പോകും. സോ നമുക്കവിടെ പോസിറ്റീവായിട്ട് 7 വാല്യൂസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രാക്ടിക്കൽ മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ലീനിയർ ഇക്വേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ AIME triathlon consists of a half-mile swim, a 30-mile bicycle ride, and a 8-mile run. Tom swims, bicycles, and runs at constant rates. Okay. സോ ഒരു ട്രയാത്ലനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഹാഫ് മൈൽ സ്വിമ്മിങ് ഉണ്ട്, 30 മൈൽ ബൈസിക്കിൾ റൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 8 മൈൽ റണ്ണും ഉണ്ട്. സോ ഞാൻ അപ്പം തന്നെ ഡാറ്റ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. സ്വിമ്മിന് ഞാൻ S എന്നാണ് കൺസിഡർ ചെയ്യുന്നത്, ബൈസിക്കിൾ ഞാൻ B എന്നാണ് കൺസിഡർ ചെയ്യുന്നത്, റണ്ണിന് ഞാൻ R എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഹാഫ് മൈലാണ് സ്വിം വരുന്നത്, അതുപോലെ തന്നെ 30 മൈലാണ് ബൈസിക്കിൾ റൈഡ് വരുന്നത്, അതുപോലെ തന്നെ 8 മൈലാണ് റണ്ണിങ് വരുന്നത്. ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് റേറ്റിലാണ്, അതായത് കോൺസ്റ്റന്റ് സ്പീഡിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ടോം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഹി റൺസ് 5 times ആസ് ഫാസ്റ്റ് ആസ് ഹി സ്വിംസ്. ഓക്കെ, അപ്പോൾ സ്വിമ്മിങ് എന്ന് പറയുന്നത് അയാളുടെ സ്പീഡ് ഒരു X ആണെന്നുണ്ടെങ്കിൽ അവിടെ റൺ ചെയ്യുന്ന സ്പീഡ് എത്രയായിരിക്കും? 5x ആയിരിക്കും. ഓക്കെ, അതാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് നോക്കുക, ആൻഡ് ഹി ബൈസൈക്കിൾസ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ഹി റൺ. ഇപ്പം ഓടുന്നതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് അദ്ദേഹം സൈക്കിൾ ചവിട്ടുന്നത്. സോ ഓടുന്നത് 5x സ്പീഡിലാണ്, അങ്ങനെയാണെങ്കിൽ ബൈസൈക്കിൾ എത്രയായിരിക്കും? 10x സ്പീഡിലായിരിക്കും. ഓക്കെ, ഇനി കൃത്യമായിട്ട് ബാക്കി എന്താണ് പറയുന്നത് നോക്കാം. ടോം കംപ്ലീറ്റ്സ് ദ AIME triathlon in 4¼ hours. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. സോ 4 + 1/4, അതായത് 4 + 0.25 അല്ലേ? സോ 4.25 hours ആണ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹവേഴ്സ് ടോട്ടൽ, അതായത് സ്വിമ്മിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബൈസിക്ലിംഗ്, അതുപോലെ തന്നെ റണ്ണിങ്, എല്ലാം കൂടി എത്രയാണ്? 4.25 ഹവേഴ്സിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഹൗ മെനി മിനിറ്റ്സ് ഡസ് ഹി സ്പെൻഡ് ബൈ സൈക്ലിംഗ്? സൈക്ലിങ്ങിൽ അദ്ദേഹം എത്ര ടൈം, എത്ര മിനിറ്റ് ആണ് സ്പെസിഫിക്കലി ചോദിക്കുന്നത് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. സോ നമുക്ക് ബേസിക്കലി അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഓരോ കേസിലും അദ്ദേഹം എടുത്ത ടൈം ഒന്ന് നോക്കുകയാണ്. ടൈം ഓരോ കേസിലും S ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്, ബൈസൈക്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റണ്ണിങ് ഉണ്ട്. സോ സ്വിമ്മിങ്ങിന് ഇവിടെ നമുക്ക് ടൈം കാണാൻ പറ്റില്ലേ? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. സോ ഡിസ്റ്റൻസ് എത്രയാണ്? ഹാഫ് ആണ്. ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് S ആണ്. സോ ഹാഫ് ഡിവൈഡഡ് ബൈ എക്സ്. നെക്സ്റ്റ് ബൈസൈക്ലിംഗ് നോക്കാം. ബൈസൈക്ലിംഗ് ഡിസ്റ്റൻസ് 30 ആണ്. 30 ഡിവൈഡഡ് ബൈ 10x. 30 ഡിവൈഡഡ് ബൈ 10x. ഓക്കെ, നെക്സ്റ്റ് റണ്ണിങ്ങിന്റെ കാര്യമാണെങ്കിലോ 8 ഡിവൈഡഡ് ബൈ 5x. 8 ഡിവൈഡഡ് ബൈ 5x. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ ടൈമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4.25 കിട്ടണം. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു 1/x ആവും. അതായത് റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. സോ 1/2x പ്ലസ് 30 ഡിവൈഡഡ് ബൈ 10x. സോ 3/x ആയിട്ട് മാറും, കാരണം 30ഉം 10ഉം കട്ടാവും. പ്ലസ് 8/5x ഈക്വൽ ടു 4.25. ഓക്കെ, സോ ഇവിടെ ഞാൻ വോൾ ഇക്വേഷനെ 10x കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ ഞാൻ 10x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 10x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 10x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 10x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഈ ഒരു എക്സും ക്യാൻസലായി. 10 ഡിവൈഡഡ് ബൈ 2 5 ആണ്. പ്ലസ് ഇവിടെ നോക്കുക, ഈ ഒരു എക്സും ക്യാൻസലായി. 3 × 10 30 ആണ്. പ്ലസ് ഈ ഒരു എക്സും ക്യാൻസലായി. 10 ഡിവൈഡ് ബൈ 5 2 ആണ്. 2 × 8 16 ആണ്. ഈസ് ഈക്വൽ ടു 4.25 × 10x. ദാറ്റ് മീൻസ് 42.5x ആയിട്ട് മാറും. ഓക്കെ, ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്ന് ആഡ് ചെയ്യാം. 30 + 16 46 ആണ്. 46 + 5 51 ആണ്. 51 ഈസ് ഈക്വൽ ടു
42.5x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x is equal to 51 divided by 42.5. ഇതാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുക. ഓക്കെ, 51 divided by 42.5. നമുക്ക് എന്താ കാണാനുള്ളത്? നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താ കാണാനുള്ളത്? നമുക്ക് അവിടെ ബൈസൈക്ലിങ്ങിന് എടുത്തിട്ടുള്ള ടൈമാണ്. ബൈസൈക്ലിങ്ങിന് എത്ര ടൈമാണ് എടുത്തിട്ടുള്ളത്? 30 divided by 10x. അതായത് അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 3/x ആണ് കാണാനുള്ളത്. സോ 3/x എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, 3 divided by എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 51/42.5. ഇനി റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 42.5 divided by 51. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് രണ്ടിനെയും കട്ട് ചെയ്യാം. ഓക്കെ, 51 എത്ര 3 ഉണ്ട്? 17 ആണ്. ഓക്കെ, സോ ഞാനിവിടെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 42.5 into 2 എത്രയാണ്? 85 ആണ്, ഡിവൈഡഡ് ബൈ 17 into 2. ഓക്കെ, 85 divided by 17 എത്രയാ? 17 into 10 170 ആണ്. 170യുടെ ഹാഫ് എത്ര? 85 ആണ്. ദാറ്റ് മീൻസ് 85 divided by 17 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ 5/2 ആണ് ആൻസർ വരുന്നത്. ജസ്റ്റ് നോക്കുക, 5/2 ഹവേഴ്സിലാണ്. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, മിനിറ്റിലാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ 5/2നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5/2 into 60. സോ 60 divided by 2 30 ആണ്. 30 into 5 150 മിനിറ്റ് ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക, റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇതിന് വേറെയും സിംപ്ലർ മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ഒന്നുകൂടി കൺസെപ്ഷ്യൽ വേലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ചെയ്തിട്ടുള്ളത്. അതായത് ഇക്വേഷൻ നമുക്ക് അറിയുന്നതിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്ത് പോവാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Suppose that the measurement of time during the day is converted to metric system so that each day has 10 metric hours and each metric hour has 100 metric minutes. Digital clocks would then be produced that would read 9:99 just before midnight. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ 11:59 ആണ് നമ്മളെ മിഡ് നൈറ്റിന് തൊട്ട് മുമ്പ് കാണിക്കുക. പക്ഷേ ഇവിടെ ഈ ഒരു പുതിയ ക്ലോക്ക് സിസ്റ്റത്തിൽ, പുതിയ മെട്രിക് സിസ്റ്റത്തിൽ 9:99 എന്നുള്ള രൂപത്തിലായിരിക്കും ടൈം എന്ത് ചെയ്യുക, ഡിജിറ്റൽ ക്ലോക്കുകളൊക്കെ കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, 0:00 at midnight, 1:25 at the former 3 AM and 7:50 at the former 6 PM. After the conversion, a person who wanted to wake up at the equivalent of former 6:36 AM would set his new digital alarm clock for ABC, where A, B, C are digits. Find 100A plus 10B plus C. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു പുതിയ മെട്രിക് സിസ്റ്റം വരാണ്, ഒരു ക്ലോക്കിൻ്റെ സിസ്റ്റം വരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ്, 24 hour ഉണ്ട്, ഓരോ ഹവറിലും 60 മിനിറ്റ് ഉണ്ട് എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ പുതിയ സിസ്റ്റത്തിൽ 10 മെട്രിക് ഹവർ ആണുള്ളത്. ഓരോ ഹവറിലും എത്ര മിനിറ്റ് ആണ്? 1000 മിനിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫോമർ, അതായത് നമ്മുടെ നോർമൽ സിസ്റ്റത്തിലെ 6:36 AM അദ്ദേഹത്തിന് എണീക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുതിയ മെട്രിക് സിസ്റ്റത്തിൽ എന്തായിരിക്കും ടൈം കാണിക്കുക? അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, അവിടെ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കിട്ടുമല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 100A plus 10B plus C എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പഴയ ക്ലോക്ക് സിസ്റ്റം, ഓക്കെ, അതിലെത്ര മിനിറ്റാ? 24 into 60 മിനിറ്റ് ആണ്. അപ്പോൾ 24 into 60 minute of old clock is equal to 10 into 100 minutes of new clock എന്ന് ഞാൻ ഇക്വേഷൻ കൊടുക്കുകയാണ്. സോ എനിക്ക് അവിടുന്ന് ഓൾഡ് ക്ലോക്കും അതുപോലെ തന്നെ ന്യൂ ക്ലോക്കും തമ്മിലുള്ള റേഷ്യോ കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് ഓൾഡ് ക്ലോക്കിലെ എത്ര മിനിറ്റാണ് കാണണ്ടേ? ഓൾഡ് ക്ലോക്കിലെ ജസ്റ്റ് നോക്കാം, 6:36 എന്ന് പറയുമ്പോൾ AM ആണ്. ഓക്കെ, AM ആവുന്ന സമയത്ത് മിഡ് നൈറ്റ് കഴിഞ്ഞു 6 മണിക്കൂറും അതുപോലെ തന്നെ 36 മിനിറ്റും. സോ 6 hour എന്ന് പറയുമ്പോൾ 6 into 60 ദാറ്റ് മീൻസ് 360 മിനിറ്റ് ആണ്. അതിലേക്ക് ഒരു 36 മിനിറ്റും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 396 മിനിറ്റ് വന്നു. അപ്പോൾ ഓൾഡ് ക്ലോക്കിലെ 396 മിനിറ്റ് ന്യൂ ക്ലോക്കിൽ എത്ര മിനിറ്റ് ആയിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഓൾഡ് ക്ലോക്ക് ഈസ് ഈക്വൽ ടു 10 into 100 ന്യൂ ക്ലോക്ക് ഡിവൈഡഡ് ബൈ 24 into 60 എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് 396 മിനിറ്റ് ഓഫ് ഓൾഡ് ക്ലോക്ക്. സോ അത് നമുക്ക് എങ്ങനെ എഴുതാം,
396 OC ഈസ് ഈക്വൽ ടു OC എന്താണെന്ന് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 396 എന്ത് ചെയ്യാം, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 100 ഇൻറ്റു 396 ഇൻറ്റു NC ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 60. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു 0നെ കട്ട് ചെയ്യാം, ഇവിടെ നിന്ന് ഈ ഒരു 10നെയും ജസ്റ്റ് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി 396 ഡിവൈഡ് ബൈ 6 ഒന്ന് ചെയ്ത് നോക്കാം. 396 ഡിവൈഡ് ബൈ 6 എത്രയാണ് വരിക? നമുക്ക് 66 ആണ് വരിക. സോ 100 ഇൻറ്റു 66 ഡിവൈഡഡ് ബൈ 24 വന്നു. ഓക്കെ, 24 നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 12 ഇവിടെ എത്ര വരും? 33 വരും. 33 3 ആയിട്ട് ചെയ്യാം, 11 ആണ്. ഇവിടെ നമ്മൾ 3 ആയിട്ട് ചെയ്യുന്ന സമയത്ത് 4 ആണ്. ഓക്കെ, 4നെ നമുക്ക് 100 കൊണ്ട് ചെയ്യാൻ എത്രയാണ്? 25 ആണ്. സോ നമുക്ക് അൾട്ടിമേറ്റ്ലി ആൻസർ എത്ര വന്നു? 25 ഇൻറ്റു 11 275 വന്നു. സോ 275 ന്യൂ ക്ലോക്കിൽ മിനിറ്റ് ആണ്, ന്യൂ ക്ലോക്കിലെ മിനിറ്റ്. സോ നമുക്കറിയാം ന്യൂ ക്ലോക്കിൽ 100 മിനിറ്റ് എന്ന് പറഞ്ഞാലാണ് അവിടുത്തെ 1 ഹവർ 1 മെട്രിക് ഹവർ ആയിട്ട് വരുന്നത്. സോ 2 ഹവർ 75 എന്ന് വരുമ്പോൾ എങ്ങനെയാണ് ABC എന്നുള്ള രൂപത്തിൽ വരിക? 275 എന്നുള്ള രൂപത്തിലായിരിക്കുമല്ലോ. ഓക്കെ, 275 അതായത് 2 മെട്രിക് ഹവറും ബാക്കി 75 മിനിറ്റും. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? 100A പ്ലസ് 10B പ്ലസ് C എന്നുള്ളതാണ്. സോ 100 ഇൻറ്റു A, ദാറ്റ് മീൻസ് 100 ഇൻറ്റു 2 200 ആണ്, പ്ലസ് 10 ഇൻറ്റു B 10 ഇൻറ്റു 7 70 ആണ്, പ്ലസ് C ദാറ്റ് മീൻസ് 275 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In order to complete a large job, 1000 workers were hired, just enough to complete the job on schedule. All the workers stayed on the job while the first quarter of the work was done. So the first quarter of the work was completed on schedule. So എന്താ അവിടെ പറയുന്നത്? ഒരു ലാർജ് ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 വർക്കേഴ്സിന് സെറ്റ് ആക്കുകയാണ്. അപ്പോൾ ഈ 1000 വർക്കേഴ്സ് ആ ഒരു ഷെഡ്യൂളിൽ കറക്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ മെയിൻ പാർട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ പാർട്ട്, അതായത് ഇപ്പോൾ നമ്മൾ 4 പാർട്ടാക്കി തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ പാർട്ട് എന്ത് ചെയ്തു? കൃത്യമായിട്ട് ആ 1000 വർക്കേഴ്സ് വർക്ക് ചെയ്തു, ഫസ്റ്റ് ക്വാർട്ടർ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. Then 100 workers were laid off. So the second quarter of the work was completed behind the schedule. So ഈ ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞതിന് ശേഷം 100 എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് കുറവായതുകൊണ്ട് ടൈം എന്ത് ചെയ്യും? കൂടും. അപ്പോൾ എന്ത് ചെയ്യൂല? കൃത്യമായിട്ട് സെക്കൻഡ് ക്വാർട്ടർ ഓൺ ടൈമിന് തീരൂല, ഷെഡ്യൂൾ ബാക്കിലോട്ടാവും. ഓക്കെ, അതാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. Then an additional 100 workers were laid off. So the third quarter of the work was completed still further behind the schedule. So രണ്ടാമത്തെ ഒരു ക്വാർട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 900 വർക്കേഴ്സ് ഉണ്ടാ. മൂന്നാമത്തെ ക്വാർട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 800 വർക്കേഴ്സ് ഉണ്ട്. കാരണം 900 നിന്ന് വീണ്ടും എന്ത് ചെയ്യാണ്? 100 വർക്കേഴ്സിനെ ലേ ഓഫ് ചെയ്യാണ്. ഓക്കെ, given that all workers work at the same rate, what is the minimum number of additional workers beyond the 800 workers still on the job at the end of the third quarter that must be hired after 3 quarters of the work has been completed so that the entire project can be completed on schedule or അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞു 1000 വർക്കേഴ്സ് ആണുള്ളത്, 4 ക്വാർട്ടർ ആയിട്ടാണ് വർക്ക് പോകുന്നത്. ഫസ്റ്റ് ക്വാർട്ടർ 1000 പീപ്പിൾ വർക്ക് ചെയ്തു, കറക്റ്റ് ടൈമിന് തീർന്നു. 1000 വർക്കേഴ്സ് വർക്ക് ചെയ്തു, കറക്റ്റ് ടൈമിന് തീർന്നു. രണ്ടാമത്തെ ക്വാർട്ടറിലോട്ട് വന്നു, അവിടെ 900 വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ. കാരണം എന്താ? 100 വർക്കേഴ്സിനെ ലേ ഓഫ് ചെയ്തു. സോ നമ്മൾ ഷെഡ്യൂളിൽ കുറച്ച് ബാക്കിലോട്ട് വരും. മൂന്നാമത്തെ ഒരു ക്വാർട്ടറിലോട്ട് വന്നു, അവിടെ വീണ്ടും 100 പീപ്പിളെ ലേ ഓഫ് ചെയ്യാണ്, 100 വർക്കേഴ്സിനെ ലേ ഓഫ് ചെയ്യാണ്. സോ വീണ്ടും എന്ത് ചെയ്യാണ്? ബാക്കിലോട്ട് വരാണ്. നാലാമത്തെ ക്വാർട്ടറിലോട്ട് വരുന്ന സമയത്ത് അവിടെ 800 വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ 800 വർക്കേഴ്സിനോട് കൂടെ എത്രയോ ഒരു നമ്പർ ഓഫ് വർക്കേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പ്ലാൻ ചെയ്ത ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിന് തന്നെ വർക്ക് തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ കൊണ്ടുവരേണ്ട മിനിമം നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണമാണ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. സോ ഞാനിവിടെ ചെയ്യുന്നത്, നമുക്ക് ടോട്ടൽ ടൈമിനെ ഞാൻ 4x എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ടോട്ടൽ ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ അവരാദ്യം കണക്ക് കൂട്ടിയിരുന്ന ആ ടൈമിനെ 4x എന്ന് വിളിക്കുകയാണ്. ഓക്കെ, എത്ര വർക്കേഴ്സ് ആ ടോട്ടൽ ആദ്യം ഉണ്ടായിരുന്നത്? 1000 ആണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഞാൻ 4000x ആണെന്ന് പറയാണ്. അതായത് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഓരോ വർക്കേഴ്സും ഒരു ദിവസം ഒരു യൂണിറ്റ് ആണ് തീർക്കുക. ഓക്കെ, നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഒരു കല്ല് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടിടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം ഒരു കല്ല് മാത്രമേ കൊണ്ടുവെക്കാൻ കഴിയുള്ളൂ. നമുക്ക് ടോട്ടൽ കൊണ്ടുവെക്കാനുള്ള കല്ല് എത്ര 4000x കല്ലുകളാണ്. ഓക്കെ, അപ്പോൾ ഒരാൾ എത്ര ഒരു ദിവസം കൊണ്ടുവെക്കും? ഒന്ന് കൊണ്ടേ വെക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു യൂണിറ്റ് വർക്ക് ഒരാൾ ഒരു ദിവസം ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ദിവസം 1000 വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യും? അവിടെ 1000 കല്ലുകൾ എന്ത് ചെയ്യും? കൊണ്ടേ വെക്കും ഒരു ദിവസം. സോ അവിടെ ഞാൻ യൂണിറ്റ് എന്നുള്ള കൺസെപ്റ്റിനെ ജസ്റ്റ് ഒരു കല്ലുമായിട്ട് എന്ത് ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ രൂപത്തിൽ എന്നത് മെൻഷൻ ചെയ്തതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. സോ ക്വസ്റ്റ്യനിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഡേയും അതുപോലെ തന്നെ വർക്ക് ഡണ്ണും ജസ്റ്റ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഡേയ്സ് എഴുതുന്നുണ്ട്, ഡേയ്സ്. റൈറ്റ് സൈഡിൽ വർക്ക് കംപ്ലീറ്റഡ്. ഓക്കെ, സോ ഫസ്റ്റത്തെ എക്സ് ഡേയ്സ് അല്ലേ, 4x ഡേയ്സ് എന്നാണ് ടോട്ടൽ വരുന്നത്. സോ അതിന്റെ ക്വാർട്ടർ എന്ന് പറയുന്നത് എത്രയാ? എക്സ് ഡേയ്സ്. ഇത് 4x ഡിവൈഡഡ് ബൈ 4 എക്സ് ഡേയ്സ്. എക്സ് ഡേയ്സിൽ എത്ര വർക്ക് കംപ്ലീറ്റ് ആയി? 1000x വർക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ജസ്റ്റ് കൺസിഡർ ചെയ്യാം, നെക്സ്റ്റ് എക്സ് ഡേയ്സിൽ എത്ര വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ? 900x കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 900x മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നമുക്ക് എത്രയാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്? 1000x ആണ് അല്ലേ? അതായത് എക്സ് എന്ന പീരീഡ് കൊണ്ട് നമുക്ക് 1000 കംപ്ലീറ്റ് ആക്കണമെന്ന്, പക്ഷെ അത് പോസിബിൾ അല്ല, കാരണം അവിടെ 900 വർക്കേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇനി ആ ഒരു 100 കംപ്ലീറ്റ് ആക്കാൻ എത്ര സമയം കൂടി എക്സ്ട്രാ വേണ്ടി വരും? ജസ്റ്റ് നോക്കുക, കംപ്ലീറ്റ് ആക്കാനുള്ള വർക്ക് എന്ന് പറയുന്നത് 100x ആണ്. ഡിവൈഡ് ബൈ എത്ര വർക്കേഴ്സ് ഉണ്ട്? 900. അതായിരിക്കും അവിടെ എടുക്കുന്ന സമയം. ദാറ്റ് മീൻസ് ഈ 2 സീറോസും കട്ട് ചെയ്തു, x/9 ഡേയ്സും കൂടി എന്ത് ചെയ്യും? അവിടെ കൂടുതൽ എടുക്കും. x/9 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു 100x വർക്കും കൂടി, അല്ലെങ്കിൽ അത്രയും വർക്കും കൂടി അവിടെ കംപ്ലീറ്റ് ചെയ്യും. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ബാക്കി മൂന്നാമത്തെ ക്വാർട്ടർ ആണ്. സോ എക്സ് ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും അവിടെ, അല്ലെങ്കിൽ എക്സ് ടൈം കൊണ്ട് അവിടെ 800x ആണ് കംപ്ലീറ്റ് ചെയ്യുക ആണല്ലോ. നേരത്തെ കേസിൽ എന്ത് ചെയ്തു? അവിടെ 900x കംപ്ലീറ്റ് ചെയ്തു, കാരണം അവിടെ 900 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. ഇവിടെ 800 എംപ്ലോയീസേ ഉള്ളൂ. ദാറ്റ് മീൻസ് 800x കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി എത്ര ഉണ്ട്? 200x ഉണ്ട്. 200x കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 800 ആളുകളാണുള്ളത്. സോ ടൈം ടേക്കൺ എന്താണ്? ഓക്കെ, ഇവിടെ 200 കട്ട് ചെയ്യുക 1, 200 കട്ട് ചെയ്യുക 4. സോ എക്സ് ഡിവൈഡഡ് ബൈ 4 ഡേയ്സ് എക്സ്ട്രാ വേണ്ടി വരും. എക്സ് ഡിവൈഡഡ് ബൈ 4, സോ പ്ലസ് 200x. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വാർട്ടറിലോട്ട് പോകാം. അതിന്റെ മുമ്പേ നമുക്ക് ഇനി എത്ര ടൈം ബാക്കിയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വാർട്ടറിന് നമുക്ക് എടുത്ത ടൈം എന്ന് പറയുന്നത് എക്സ് ആണ്. രണ്ടാമത്തെ ടൈമിന് നമുക്ക് എടുത്ത ടൈം എക്സ് പ്ലസ് x/9 ആണ്. മൂന്നാമത്തെ ക്വാർട്ടർ വർക്ക് തീരാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത ടൈം എന്ന് പറയുന്നത് എക്സ് പ്ലസ് x/4 ആണ്. സോ നമുക്കിനി ബാക്കി എത്ര ടൈം ഉണ്ടെന്ന് നോക്കാം. ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള ടൈം എന്ന് പറയുന്നത് 4x ആണ്. ആ 4xൽ നിന്ന് എന്ത് ചെയ്യാം? ഇതെല്ലാം മൈനസ് ചെയ്യാം. എക്സ് പ്ലസ് x 3x ആണ്. മൈനസ് x/9 മൈനസ് x/4. സോ 4x മൈനസ് 3x x ആണ്. എക്സ് മൈനസ് x/9 മൈനസ് x/4. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലൈക്ക് ഫ്രാക്ഷൻ ആക്കാം. സോ എക്സ് മൈനസ് x/9 മൈനസ് x/4 ഇതാണല്ലോ നമുക്ക് കാണാനായിട്ടുള്ളത്. ഞാനിവിടെ 9x ഡിവൈഡഡ് ബൈ 9 മൈനസ് x/9 മൈനസ് x/4 എന്നതാണ്. 9x മൈനസ് എക്സ് എത്രയാണ്? 8x ആണ്. 8x ഡിവൈഡഡ് ബൈ 9 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 4 വന്നു. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 32x മൈനസ് 9x ഡിവൈഡഡ് ബൈ 36 വന്നു, ഈക്വൽ ടു 23x ഡിവൈഡഡ് ബൈ 36. സോ ഇത്രയും ടൈമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഇനിയുള്ളത്. ഓക്കെ, ഇത്രയും ടൈമാണ് നമുക്ക് ബാക്കിയുള്ളത്. സോ ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ എത്ര വർക്ക് തീർക്കണം? 1000x വർക്ക് തീർക്കണം. സോ 3 ക്വാർട്ടർ വർക്ക് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. 1000x. ബാക്കിയുള്ള ആ ഒരു 1000x കൂടി കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആവുക. സോ ആ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എത്ര ആളുകൾ വേണം, അതായത് ഓൺ ടൈമിന് തീർക്കാൻ വേണ്ടിയിട്ട് എത്ര ആളുകൾ വേണം എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. സോ ജസ്റ്റ് നോക്കുക,
23x divided by 36. So n number of ആളുകൾ നമുക്ക് വേണം is equal to എത്ര വർക്ക് തീരേണ്ടത് 1000x. ഓക്കെ, സോ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇൻറ്റു ഇത്ര ആളുകൾ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടണം? ടോട്ടൽ വർക്ക് ആയിട്ടുള്ള, ടോട്ടൽ വർക്ക് ഇൻ ദ സെൻസ് ആ ഒരു ക്വാർട്ടറിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ടോട്ടൽ വർക്ക് ആയിട്ടുള്ള 1000x കിട്ടണം. സോ എക്സും എക്സും എന്ത് ചെയ്തു? ഡയറക്ട്ലി കട്ട് ചെയ്തു. n ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 23. ഓക്കെ, ഇതാണ് നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടുക. സോ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാം. 36,000 ഡിവൈഡഡ് ബൈ 23. ഓക്കെ, 36 എത്ര 23 ഉണ്ട്? 1 ആണ്. 1 ഇൻറ്റു 23 തന്നെയാണ്. ബാക്കി 13 വന്നു, 130. ഓക്കെ, 130 എത്ര 23 ഉണ്ട്? 5 ആണ്. 5 ഇൻറ്റു 23 115 ആണ് വരിക. ബാക്കി 15 വന്നു. ഓക്കെ, 15. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സീറോനെ എടുത്ത് എഴുതിയിരുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു സീറോനെയും ഇറക്കി എഴുതാം. 150 ഡിവൈഡഡ് ബൈ 23. ഓക്കെ, 115 വരെ 5 ആണ്. സോ വീണ്ടും ഒരു 23 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 25, 35, 38 വരും. അതായത് 138 വരും. 138 വരെ 6 ആണ്. 6 ഇൻറ്റു 23 എത്രയാണ്? 138 ആണ്. ബാക്കി നമുക്ക് എത്ര റിമൈൻഡർ വരിക? 12 ആണ്. ബാക്കി മുകളിൽ ഒരു സീറോ കൂടി ഉണ്ട്. ആ സീറോനും കൂടി താഴേക്ക് എടുത്ത് എഴുതി. ഇനി 120 ഡിവൈഡഡ് ബൈ 23 എത്രയാ വരിക? 5 ആണ്. 5 ഇൻറ്റു 23 115 ആണ്. ബാക്കി 5 വന്നു. പോയിന്റ് ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക. 50 എത്ര 23 ഉണ്ട്? 2 ആണ്. ഓക്കെ, 2 ഇൻറ്റു 23 നമുക്ക് 46 വരും. ബാക്കി വീണ്ടും എന്ത് ചെയ്യും? റിമൈൻഡർ വരും. സോ എന്നിന്റെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടി. n is equal to 156.5.2 സംതിങ്. ഇത്രയാണ് നമുക്ക് അവിടെ നിന്ന് എന്നിന്റെ വാല്യൂ വരുന്നത്. സോ ഇനി ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം, എന്താണ് അവിടെ എന്നിന്റെ വാല്യൂ? നമ്പർ ഓഫ് പീപ്പിൾ ആണ്. അപ്പോൾ ആളുകൾ ഒരു 0.2 പീപ്പിൾ എന്നുള്ള രൂപത്തിൽ വരാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു കൃത്യമായിട്ടൊരു ഇൻഡിജർ, ഒരു പോസിറ്റീവ് ഇൻഡിജർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വരാൻ വേണ്ടിയിട്ട് പറ്റും. സോ അവിടെ അപ്രോക്സിമേറ്റ് ചെയ്ത് 1565 ആണ് ആൻസർ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്നിന്റെ വാല്യൂ മിനിമമാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ 1565 നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഓൺ ടൈമിന് എന്ത് ചെയ്യൂല? അവിടെ അത്ര ആളെ കൊണ്ട് വർക്ക് തീരും. അവിടെ നമ്മൾ മുകളിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അപ്രോക്സിമേറ്റ് ചെയ്യേണ്ടത്. സോ അവിടെ എന്നിന്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1566 ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ആളുകളുടെ എണ്ണാണ്, ഡെസിമൽ വരാൻ പറ്റൂല. ഓക്കെ, ഓൾറെഡി അവിടെ എത്ര വർക്കേഴ്സ് ഉണ്ടായിരുന്നു? 800 ആണ്. സോ അതിൽ നിന്ന് എന്ത് ചെയ്യുക? 800 മൈനസ്. സോ 1566 മൈനസ് 800 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരിക? 766 ആണ് നമുക്ക് റൈറ്റ് ആൻസർ വരിക. അപ്പോൾ എക്സ്ട്രാ എത്ര ആളുകളെ കൊണ്ടുവരണം എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് 1566 എന്ത് ചെയ്യണ്ട? റൈറ്റ് ആൻസർ പറയണ്ട. അവിടെയുള്ള 800 ആളുകളെ മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ആൻസർ നമുക്ക് എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ. 766 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ എ 50 ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് മാത്ത് കണ്ടസ്റ്റ്, സ്റ്റുഡൻസ് റിസീവ് 4 points for a correct answer, 0 points for an answer left blank, and -1 for an incorrect answer. Jasvinder's total score on the contest was 99. What is the maximum number of questions that Jasvinder could have answered correctly? അപ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഒരു മാത്ത് കണ്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഒരു MCQ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം. ടോട്ടൽ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഒരു കറക്റ്റ് ആൻസർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് +4 ആണ്. അതുപോലെ തന്നെ റോങ് ആൻസേഴ്സ് ആണെങ്കിൽ നമുക്ക് മിസ്സാവുന്ന മാർക്ക് 1 ആണ്, അതായത് -1 ആണ്. ഓക്കെ, ഇനി ജസ്വീന്ദറിന്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 99 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്വീന്ദറിന് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് റൈറ്റ് ആൻസർ എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇക്വേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. 4x - y = 99. അപ്പോൾ ഇവിടെ എക്സ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം റൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ y ഉദ്ദേശിക്കുന്നത് എത്ര എണ്ണം അദ്ദേഹം റോങ് ആക്കി അതിന്റെ നമ്പറാണ്. സോ ജസ്റ്റ് നോക്കുക, 4x - y = 99. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടി.
നമുക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് സൊല്യൂഷൻ കാണാം, എന്നിട്ട് അതിനെ മാക്സിമൈസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എക്സിന്റെയും അതുപോലെ തന്നെ വൈന്റെയും ഫസ്റ്റ് സൊല്യൂഷൻ ഞാൻ ആദ്യം കാണുകയാണ്. ഇവിടെ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എക്സ് വരുന്നത് അല്ലെ, 4 ഇൻറ്റു എക്സ്. ഓക്കെ, സോ 100ൽ നിന്ന് 1 കുറച്ചാൽ പോരെ. സോ വൈൻ്റെ വാല്യൂ ഞാൻ 100 കൊടുത്തു, എക്സിന്റെ വാല്യൂ ഞാൻ എത്ര കൊടുത്തു, എക്സിന്റെ വാല്യൂ 25 കൊടുത്തു. ഓക്കെ, സോ വൈൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് 1 എന്ന് പറയുന്നത്. ഇനി നോക്കുക, അവിടെ മൈനസാണ് വരുന്നത്. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ കൂടുമ്പോൾ വൈൻ്റെ വാല്യൂ കൂടും, എക്സിന്റെ വാല്യൂ കുറയുമ്പോൾ വൈൻ്റെ വാല്യൂ കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യാം, ജസ്റ്റ് കൂട്ടാം. സോ വൈൻ്റെ വാല്യൂ അതേപോലെ തന്നെ എന്ത് ചെയ്യും, കൂടും. അപ്പൊ നേരത്തെ കേസിൽ നമുക്ക് എക്സ് പ്ലസ് വൈ എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ ലീനിയർ ഇക്വേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്ന് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, മറ്റേത് കുറയും. ഇവിടെ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് വാല്യൂ എന്ത് ചെയ്യും, ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റേതും കൂടും, അതുപോലെ തന്നെ മറ്റേ കുറയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ളതും കുറയും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, എക്സിന്റെ വാല്യൂ ഏതിന്റെ കോയിഫിഷ്യന്റിലാണ് ഇൻക്രീസ് ആവുക, നമുക്ക് വൈൻ്റെ കോയിഫിഷ്യന്റ് ബേസ് ചെയ്തിട്ടാണ്. സോ വൈൻ്റെ കോയിഫിഷ്യന്റ് 1 ആണ്. സോ നെക്സ്റ്റ് 26 ആവും. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ വാല്യൂ എന്താവും, വൈൻ്റെ വാല്യൂ 5 ആവും, കാരണം എക്സിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ 4 ആണ്. നെക്സ്റ്റ് 27 ആയി. ഓക്കെ, വൈൻ്റെ വാല്യൂ 9 ആയി. 28 വൈൻ്റെ വാല്യൂ 13. 29 വൈൻ്റെ വാല്യൂ 17. ഓക്കെ, 30 വൈൻ്റെ വാല്യൂ 21. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, 30യും അതുപോലെ തന്നെ 21ഉം വന്നു. ഓക്കെ, 30യും അതുപോലെ തന്നെ 21ൻ്റെയും ഈ ഒരു കേസ് ഒന്ന് കൺസിഡർ ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹം റൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണമാണ്. വൈ എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹം റോങ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണമാണ്. സോ അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാലും 50യുടെ മുകളിൽ വരാൻ പറ്റുമോ, പറ്റൂല. കാരണം എന്താ, ആകെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 50 ഉള്ളൂ. സോ റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെയും റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെയും നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, 50യുടെ മുകളിൽ പോകരുത്. പക്ഷെ ഈ ഒരു കേസിൽ നോക്കുന്ന സമയത്ത് 30 + 21 എത്രയാണ് വരുന്നത്, 51 വരുന്നത്. സോ ആ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ, ആ ഒരു കേസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ മുമ്പുള്ള വാല്യൂ ജസ്റ്റ് ചെക്ക് ചെയ്യാം. 29 + 17 ആണ്. ഓക്കെ, 46 ആണ് വരുന്നത്. കൃത്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അവിടെ മാക്സിമം കറക്റ്റ് ആൻസർ എത്രയാണ്, 29 ക്വസ്റ്റ്യൻസ് ആണ്. 29 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്, എത്ര എണ്ണമാണ് മാക്സിമം കറക്റ്റ് ആക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് 29 ആണ് നമുക്ക് റൈറ്റ് ആൻസർ വരിക. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. സോ കൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെക്കും ബൈ.